നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിന് 10 ദിവസം മാത്രം ശേഷിക്കെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെ കാത്തിരിപ്പിന് അറുതിയായിരിക്കുന്നു. ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റേഴ്സിന് ഒഫീഷ്യലായിട്ട് ഫിഫ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, സീ നെറ്റ്വർക്ക് ആയിരിക്കും ഇന്ത്യയിൽ ഈ ഒരു വേൾഡ് കപ്പ് സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. അവർ പുതിയ 4 ചാനലുകൾ, സ്പോർട്സ് ചാനലുകൾ പ്രഖ്യാപിക്കുന്നുണ്ടെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഒഫീഷ്യലി വന്നിരിക്കുന്നു എന്ന് മാത്രം. 39 ഗ്ലോബൽ ഫുട്ബോൾ ഇവൻറ്റുകളാണ് സീ ഫിഫയുമായിട്ട് പങ്കുചേർന്നുകൊണ്ട് ഇന്ത്യയിൽ കാണിക്കാൻ പോകുന്നത്. അതിൽ 2026 ഈ വേൾഡ് കപ്പും 2030 അടുത്ത വേൾഡ് കപ്പും 2027 ഫിഫ വിമൻസ് വേൾഡ് കപ്പും ഉൾപ്പെടുന്നു എന്ന് ഒഫീഷ്യലി സീ തന്നെ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അവർ, നമുക്കറിയാം, സെഡ് എന്നാണല്ലോ അവരുടെ ആ ഒരു സിമ്പിൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ സീ ഇന്ത്യയിൽ ഈ മത്സരങ്ങൾ കാണിക്കാൻ പോവുകയാണെന്ന് അവർ ഒഫീഷ്യലി അറിയിക്കുന്നു. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ നോക്കിയാണ്. അതായത് ഫിഫ ഇവൻറ്റുകൾ ഇൻക്ലൂഡിങ് ഫിഫ മെൻസ് അണ്ടർ 17 വേൾഡ് കപ്പ് 2026 മുതൽ 2026, 2034 അത്രയും കാലഘട്ടത്തിലുള്ള ഫിഫ മെൻസ് അണ്ടർ 17 വേൾഡ് കപ്പ് അവർ കാണിക്കും. പിന്നെ ഫിഫ വിമൻസ് അണ്ടർ 17 വേൾഡ് കപ്പ് 2026 to 2034, ഫിഫ അണ്ടർ 20 മെൻസ് വേൾഡ് കപ്പ് 2027, 2029, 2031, 2033, ഫിഫ അണ്ടർ 20 വിമൻസ് വേൾഡ് കപ്പ് 2026, 2028, 2030, 2032, 2034, ഫിഫ ഫുട്സാൽ മെൻസ് വേൾഡ് കപ്പ് 2028, 2032, ഫിഫ ഫുട്സാൽ വിമൻസ് വേൾഡ് കപ്പ് 2029, 2033, ഫിഫ വിമൻസ് വേൾഡ് കപ്പ് 2027, ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് 2026, 2030, അത്രയും 2026 to 2030. കൂടാതെ ഈ 2 വേൾഡ് കപ്പുകൾ, ഈ വരുന്ന 2026 ഫിഫ മെൻസ് വേൾഡ് കപ്പും 2030 ഫിഫ മെൻസ് വേൾഡ് കപ്പും ഇതാ സീ സ്പോർട്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നു. സീ സ്പോർട്സ് എന്നല്ല, അവരുടെ സീ കമ്പനിയിലൂടെ, ചാനലുകളിലൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. അവർ ഇതിനു വേണ്ടി 4 ഡെഡിക്കേറ്റഡ് സ്പോർട്സ് ചാനലുകൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. യുണൈറ്റ് സ്പോർട്സ് 1, നമ്മളത് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യുണൈറ്റ് എന്ന് പറയുമ്പോൾ UNITE പിന്നെ 8 അങ്ങനെയാണ്. യുണൈറ്റ് സ്പോർട്സ് 1, യുണൈറ്റ് സ്പോർട്സ് 1 HD, യുണൈറ്റ് സ്പോർട്സ് 2, യുണൈറ്റ് സ്പോർട്സ് 2 HD, ഇങ്ങനെ 4 ചാനലുകളാണ് അവർ അവതരിപ്പിക്കുന്നത്. അതിലൂടെയാണ് ഈ വേൾഡ് കപ്പുകൾ നമ്മൾ കാണാൻ പോകുന്നത്. കൂടാതെ OTT പ്ലാറ്റ്ഫോം ഉണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കാണാൻ പറ്റും. അത് Z5 എല്ലാവർക്കും അറിയാമല്ലോ, അവരുടെ പ്ലാറ്റ്ഫോമാണ്. അത് നമുക്ക് മൊബൈലിലൊക്കെ അതിലൂടെ കളി കാണാൻ പറ്റും. ഏതായാലും ഒഫീഷ്യലി ഇപ്പോൾ ഈ കാര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സ് ആയി കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ്.